ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു നോളജ് സെന്റർ. ഇന്ന് നമ്മൾ 161/2025 ക്വസ്റ്റ്യൻ പേപ്പർ ആണ് കേട്ടോ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ സീരീസ് ഏകദേശം കഴിയാറായിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമ്മൾ 2025 ജനറൽ PSC എക്സാമിന്റെ മലയാളം ലാംഗ്വേജിലുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറോട് കഴിയുകയാണെങ്കിൽ നവംബറിലത്തെ നമ്മൾ കംപ്ലീറ്റ് ആവട്ടോ. ഇനി ഡിസംബറിലത്തൂടെ നോക്കാനുള്ളൂ. അതോടെ കഴിഞ്ഞ് നമുക്ക് 2026 ഇതുവരെയുള്ള PSC നടന്നിട്ടുള്ള മലയാളം ലാംഗ്വേജിലുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ജനറൽ PSC എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പറും കൂടി ഡിസ്കസ് ചെയ്യാം. അപ്പൊ ഇന്ന് നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള ക്വസ്റ്റ്യൻസ് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ചോർച്ചാ സിദ്ധാന്തം അവതരിപ്പിച്ച സ്വാതന്ത്ര്യ സമര സേനാനി ആര്? ചോർച്ചാ സിദ്ധാന്തം അവതരിപ്പിച്ച സ്വാതന്ത്ര്യ സമര സേനാനി ആരാണ്? നമുക്കറിയാം. ഓപ്ഷൻ സി ദാദാബായ് നവറോജി ആണ് അല്ലെ. അപ്പൊ എന്താണ് ചോർച്ചാ സിദ്ധാന്തം? ബ്രിട്ടീഷുകാർ ഇന്ത്യയിലെ സമ്പത്ത് എങ്ങനെയൊക്കെയാണ് അവരുടെ സ്വന്തം രാജ്യത്തേക്ക്, അതായത് ബ്രിട്ടനിലേക്ക് കടത്തി കൊണ്ടുപോകുന്നത് എന്ന് വ്യക്തമാക്കുന്ന ഒരു സിദ്ധാന്തമാണ്. നെക്സ്റ്റ്, ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് ഡോക്ടർ BR അംബേദ്കർ വിശേഷിപ്പിച്ച മൗലിക അവകാശം ഏതെന്നാണ് കേട്ടോ. ഏതാണ്? നമുക്കറിയാം ഓപ്ഷൻ ബി ആണ് അല്ലെ, ഭരണഘടനാപരമായ പരിഹാരങ്ങൾക്കുള്ള അവകാശമാണ്. അപ്പൊ ഇത് ആർട്ടിക്കിൾ എത്രയല്ല പറയുന്നത്? ആർട്ടിക്കിൾ 32 പറയുന്നത് കേട്ടോ. നെക്സ്റ്റ്, സ്ത്രീകളുടെ ഉന്നമനത്തിനായി ആര്യ മഹിളാ സഭ എന്ന സംഘടന സ്ഥാപിച്ചത് ആര്? സ്ത്രീകളുടെ ഉന്നമനത്തിനായി ആര്യ മഹിളാ സഭ എന്ന സംഘടന സ്ഥാപിച്ചത് ആരാണ്? ഓപ്ഷൻ ബി പണ്ഡിത രമാബായി. നെക്സ്റ്റ്, ഭരണഘടനാ ഭേദഗതികളിലൂടെ മൗലികാവകാശങ്ങളിൽ കൂട്ടിച്ചേർക്കുകയും ഒഴിവാക്കപ്പെടുകയും ചെയ്ത അവകാശങ്ങൾ ഏതാണെന്നാണ് കേട്ടോ. ഏതാണ്? ഓപ്ഷൻ ഡി വിദ്യാഭ്യാസത്തിനും സ്വത്തിനുമുള്ള അവകാശമാണ് അല്ലെ. ഏതൊക്കെയാണ്? വിദ്യാഭ്യാസത്തിനുള്ള അവകാശം കൂട്ടിച്ചേർക്കുകയും എന്താണ്, അതുപോലെ സ്വത്തിനുള്ള അവകാശത്തെ ഇതിൽ നിന്നും ഒഴിവാക്കുകയും ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ്, താഴെ തന്നിരിക്കുന്ന സൂചനകൾ ഏത് സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്? ഏതൊക്കെയാണ് ഇവിടെ തന്നിട്ടുള്ളത്? 1885 ബോംബെയിൽ ആദ്യ സമ്മേളനം, ആദ്യത്തെ അധ്യക്ഷൻ WC ബാനർജി, ജാതിമത പ്രാദേശിക ചിന്തകൾക്ക് അതീതമായി ദേശീയബോധം വളർത്തുക, മിതവാദികൾ, തീവ്രവാദികൾ എന്നിങ്ങനെ രണ്ട് ചിന്താധാരകൾ ഉടലെടുത്തു. ഇതൊക്കെ എന്തുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്? നമുക്കറിയാം ഓപ്ഷൻ ഡി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് മായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ്, INC യുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഓക്കെ, അപ്പൊ ഈ ഒരു പ്രസ്താവനകളൊക്കെ പഠിക്കണം കേട്ടോ. നെക്സ്റ്റ്, ഭരണഘടനാ ദിനം ഇതിലേതാണ്? ഓപ്ഷൻ ബി നവംബർ 26 ഭരണഘടനാ നിർമ്മാണ സമിതിയിലെ അംഗങ്ങളെ ഭരണഘടനയെ അംഗീകരിച്ച ദിനാണ് നവംബർ 26. നെക്സ്റ്റ്, ഏത് ഭരണഘടനാ ഭേദഗതിയെയാണ് ചെറു ഭരണഘടന എന്ന് വിളിക്കുന്നത്? ഏത് ഭരണഘടനാ ഭേദഗതിയെയാണ് ചെറു ഭരണഘടന എന്ന് വിളിക്കുന്നത്? ഏതിനാണ്? ഓപ്ഷൻ സി 42 ഭേദഗതിയാണ് അല്ലെ. നമുക്കറിയാം 1976 ഈ ഒരു 42 ഭേദഗതി. നെക്സ്റ്റ്, ഇന്ത്യൻ പത്രപ്രവർത്തനത്തിന് തുടക്കം കുറിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആര്? ഇന്ത്യൻ പത്രപ്രവർത്തനത്തിന് തുടക്കം കുറിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? രാജാറാം മോഹൻ റോയ് ആണ് കേട്ടോ. നെക്സ്റ്റ്, ഗാന്ധിജി നിസ്സഹകരണ പ്രസ്ഥാനം പൂർണ്ണമായി നിർത്തിവെക്കാൻ കാരണമായ സംഭവം ഏതാണ്? നമുക്കറിയാം ഓപ്ഷൻ ബി ചൗരി ചൗര സംഭവമാണ് അല്ലെ. ചൗരി ചൗര സംഭവം. നെക്സ്റ്റ്, ഭരണഘടന ഭേദഗതി ചെയ്യാനുള്ള അധികാരം ആർക്കാണ് ഭേദഗതി ചെയ്യാനുള്ള അധികാരം? ഓപ്ഷൻ സി പാർലമെന്റിന്. നെക്സ്റ്റ്, വൈക്കം സത്യാഗ്രഹം നടന്ന വർഷമാണ്. വൈക്കം സത്യാഗ്രഹം നടന്നത് എന്നാണ്? 1925. നെക്സ്റ്റ്, ആധുനിക കാലത്തെ മഹാത്ഭുതം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് എന്തിനെയാണ്? ക്ഷേത്രപ്രവേശന വിളംബരത്തെ. നെക്സ്റ്റ്, തിരുവിതാംകൂറിൽ വില്ലുവണ്ടി യാത്ര നടത്തി ചരിത്രം സൃഷ്ടിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? ഓപ്ഷൻ സി അയ്യങ്കാളി. നെക്സ്റ്റ്, വൈക്കം സത്യാഗ്രഹത്തിനോടുള്ള ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്നതിന് സവർണജാഥ നടത്തിയ നവോത്ഥാന നായകൻ ആരാണ്? ഓപ്ഷൻ സി മന്നത്ത് പത്മനാഭനാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വരിക വരിക സഹചരെ സഹന സമര സമയമായി ഈ സമരഗാനം ഏത് സമരവുമായി ബന്ധപ്പെട്ടതാണ്? ഓപ്ഷൻ സി ഉപ്പ് സത്യാഗ്രഹം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 71ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിനായി മികച്ച മലയാള സിനിമയായി തെരഞ്ഞെടുത്തത് ഇതിലേതാന്ന് കേട്ടോ. ഓപ്ഷൻ ഡി ആണ് ഉള്ളൊഴുക്ക്. 71ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരാണ്. ഏതാ വർഷം? 2025 പുരസ്കാരമാണ്. അപ്പൊ 2023 പുറത്തിറങ്ങിയ സിനിമകളിലെ മികച്ച പ്രതിഭകളെയാണ് ഈ ഒരു അവാർഡിലൂടെ തിരഞ്ഞെടുക്കുന്നത്. അപ്പൊ 2025 പ്രഖ്യാപിച്ചിട്ടുള്ളത്. നെക്സ്റ്റ്, 2025 ഫിഡെ വനിതാ ചെസ് ലോകകപ്പ് കിരീടം നേടിയത് കേട്ടോ. 2025 ഫിഡെ വനിതാ ചെസ് ലോകകപ്പ് കിരീടം നേടിയത് ആരാണ്? ഓപ്ഷൻ സി ദിവ്യ ദേശ്മുഖ്. നെക്സ്റ്റ്, സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി രേഖ നിർണയിച്ച കമ്മീഷന്റെ തലവൻ ആരാണ്? ഓപ്ഷൻ ഡി സർ സിറിൽ റാഡ്ക്ലിഫ് ആണ് കേട്ടോ.
നെക്സ്റ്റ് ഇന്ത്യൻ നാട്ടുരാജ്യങ്ങളുടെ സംയോജനം വഴി ഇന്ത്യ യൂണിയൻ കെട്ടിപ്പടുത്താൻ സംഭാവന നൽകിയ സ്വാതന്ത്ര്യ സമര സേനാനി ആരാണ്? ഇന്ത്യൻ നാട്ടുരാജ്യങ്ങളുടെ സംയോജനം വഴി ഇന്ത്യ യൂണിയൻ കെട്ടിപ്പടുത്താൻ സംഭാവന നൽകിയ സ്വാതന്ത്ര്യ സമര സേനാനി ആരാണ്? ആരാണ്? ഓപ്ഷൻ ബി സർദാർ വല്ലഭായ് പട്ടേലാണ്. നെക്സ്റ്റ് പഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്ന് ഇന്ത്യൻ സേന നടത്തിയ സൈനിക നടപടിയുടെ പേരെന്താണ്? ഓപ്ഷൻ ഡി ഓപ്പറേഷൻ സിന്ദൂർ. നെക്സ്റ്റ് 2025 ഏഷ്യ കപ്പ് ക്രിക്കറ്റിൽ ജേതാക്കളായ രാജ്യമാട്ടോ. 2025 ഏഷ്യ കപ്പ് ക്രിക്കറ്റിൽ ജേതാക്കളായ രാജ്യമാണ് ചോദിച്ചത്. ഏതാണ്? ഇന്ത്യ ആണല്ലേ, നമുക്കറിയാം ഇന്ത്യ ആയിരുന്നു. നെക്സ്റ്റ് ബിലായ് ഇരുമ്പുരുക്കി വ്യവസായശാലയുടെ നിർമ്മാണത്തിൽ സഹായിച്ച വിദേശ രാജ്യം ഏതാണെന്നാണ് കേട്ടോ. ബിലായ് ആണ്. ഓപ്ഷൻ സി ആണ് സോവിയറ്റ് യൂണിയൻ കേട്ടോ. റഷ്യ ആണ് സഹായിച്ചിട്ടുണ്ടായിരുന്നത്. ബിലായ് ഇരുമ്പുരുക്കി വ്യവസായശാലയുടെ നിർമ്മാണത്തിൽ സഹായിച്ച വിദേശ രാജ്യം സോവിയറ്റ് യൂണിയൻ അല്ലെങ്കിൽ റഷ്യ കേട്ടോ. നെക്സ്റ്റ് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയുടെ ആദ്യ രാഷ്ട്രപതി ആരായിരുന്നു? നമുക്കറിയാം ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു. നെക്സ്റ്റ് ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്ന് അറിയപ്പെടുന്നത് ആരാണ്? ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്നറിയപ്പെടുന്നത് ആരാണ്? ഡോക്ടർ BR അംബേദ്കർ. നെക്സ്റ്റ് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ല് എന്നറിയപ്പെടുന്ന പ്രദേശം ഏത്? ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ല് എന്നറിയപ്പെടുന്ന പ്രദേശം ഏതാണ്? ഓപ്ഷൻ സി ഉത്തര മഹാസമതലമാണ് കേട്ടോ. ഉത്തര മഹാസമതലം. നെക്സ്റ്റ് തമിഴ്നാട് തീരത്ത് ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് ഏത് മൺസൂണിൽ നിന്നാണ് ട്ടോ? തമിഴ്നാട് തീരത്ത് ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് ഏത് മൺസൂണിൽ നിന്നാണ്? ഏതാണ്? വടക്കു കിഴക്കൻ മൺസൂൺ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇന്ത്യയുടെ മാനക രേഖാംശം ഏത്? ഇതിലേതാണ്? ഓപ്ഷൻ ഡി ആണ് അല്ലെ, 86°30'. നെക്സ്റ്റ് ഇന്ത്യയിലെ ആദ്യത്തെ ഓപ്പൺ റോക്ക് മ്യൂസിയം എവിടെയാണ് സ്ഥാപിക്കപ്പെട്ടത്? ഇന്ത്യയിലെ ആദ്യത്തെ ഓപ്പൺ റോക്ക് മ്യൂസിയം എവിടെയാണ് സ്ഥാപിക്കപ്പെട്ടത്? എവിടെയാണ്? ഓപ്ഷൻ എ ഹൈദരാബാദ് ആണ് കേട്ടോ. നെക്സ്റ്റ് പശ്ചിമഘട്ടവും പൂർവ്വഘട്ടവും സന്ധിക്കുന്ന പ്രദേശം ഏത്? ഏതാണ്? നമുക്കറിയാം നീലഗിരി കുന്നുകൾ. നെക്സ്റ്റ് യുനെസ്കോയുടെ സാംസ്കാരിക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്താൻ 2022 ഇന്ത്യ നാമനിർദ്ദേശം ചെയ്ത നൃത്തരൂപം ഗർഭ ഏത് സംസ്ഥാനത്തിൽ നിന്നാണെന്നാണ് കേട്ടോ. ഗർഭ എന്ന നൃത്തരൂപം ഏത് സംസ്ഥാനത്തിൽ നിന്നാണ്? ഏതാണ്? ഓപ്ഷൻ സി ഗുജറാത്തിൽ നിന്നാണ് കേട്ടോ. ഗുജറാത്തിൽ നിന്നുള്ള ഒരു നൃത്തരൂപമാണ് എന്ത്? ഗർഭ. നെക്സ്റ്റ് ഇന്ത്യയിലെ ആദ്യത്തെ സോളാർ വിൻഡ് ഇൻവേർട്ടർ പവർ ഹൗസ് നിലവിൽ വന്നത് എവിടെ? ഇന്ത്യയിലെ ആദ്യത്തെ സോളാർ വിൻഡ് ഇൻവേർട്ടർ പവർ ഹൗസ് നിലവിൽ വന്നത് എവിടെ? ഓപ്ഷൻ എ നെടുങ്കണ്ടം. 32ാമത്തെ ക്വസ്റ്റ്യൻ കേരളത്തിലെ മനുഷ്യനിർമ്മിത തടാകം ഏത്? കേരളത്തിലെ മനുഷ്യനിർമ്മിത തടാകം ഏത്? ഓപ്ഷൻ ബി മാനാഞ്ചിറ തടാകം. അടുത്ത ക്വസ്റ്റ്യൻ ഒക്ടോബർ നവംബർ മാസങ്ങളിൽ കേരളത്തിൽ അനുഭവപ്പെടുന്ന മൺസൂൺ ഏത്? ഒക്ടോബർ നവംബർ മാസങ്ങളിൽ കേരളത്തിൽ അനുഭവപ്പെടുന്ന മൺസൂൺ ഏത്? ഏതാണ്? ഓപ്ഷൻ എ വടക്കു കിഴക്കൻ മൺസൂൺ. അടുത്ത ക്വസ്റ്റ്യൻ 34ാമത്തെ ക്വസ്റ്റ്യൻ പാലക്കാട് ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത ഏത്? പാലക്കാട് ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത ഏതാണ്? ഏതാണ്? ഓപ്ഷൻ ഡി NH 544 ആണ്. നെക്സ്റ്റ് കേരളത്തിലെ ഏറ്റവും വലിയ പീഠഭൂമി ഏത്? കേരളത്തിലെ ഏറ്റവും വലിയ പീഠഭൂമി ഏതാണ്? ഓപ്ഷൻ സി വയനാട്. നെക്സ്റ്റ് തന്നിരിക്കുന്നവയിൽ നിന്നും പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദി കണ്ടെത്താനാണ് കേട്ടോ. ഇതിൽ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദി കണ്ടെത്താനാണ്. ഇവിടെ ഓപ്ഷൻ ഡി പെരിയാർ. നെക്സ്റ്റ് ഇന്ത്യയിലെ ആദ്യ ലിറ്ററേറ്റ് ജില്ലയായി പ്രഖ്യാപിക്കപ്പെട്ട കേരളത്തിലെ ജില്ല ഏത്? ലിറ്ററേറ്റ് ജില്ലയായിട്ട് പ്രഖ്യാപിക്കപ്പെട്ട കേരളത്തിലെ ജില്ലയാണ് ഏതാണ്? ഓപ്ഷൻ ബി ആണ് മലപ്പുറം. നെക്സ്റ്റ് കേരളത്തിൽ വാണിജ്യാടിസ്ഥാനത്ത് റബ്ബർ കൃഷി മുണ്ടക്കയത്ത് ആരംഭിച്ചതാണ് കേട്ടോ. കേരളത്തിൽ വാണിജ്യാടിസ്ഥാനത്ത് റബ്ബർ കൃഷി മുണ്ടക്കയത്ത് ആരംഭിച്ചത് ആരാണ്? ഓപ്ഷൻ സി ജോൺ ജോസഫ് മർഫി. നെക്സ്റ്റ് കേരളത്തിലെ ഏറ്റവും ചെറിയ പക്ഷി സങ്കേതം ഏതാണ്? കേരളത്തിലെ ഏറ്റവും ചെറിയ പക്ഷി സങ്കേതം മംഗളവനം. നെക്സ്റ്റ് ലിംഗാനുപാതം ഏറ്റവും കുറഞ്ഞ കേരളത്തിലെ ജില്ല ഏത്? ഏതാണ്? ഓപ്ഷൻ ഡി ഇടുക്കി. നെക്സ്റ്റ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന വനം ഏതാണ്? കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന വനം ഏതാണ്? ഓപ്ഷൻ ബി ഉഷ്ണമേഖലാ നിത്യഹരിത വനങ്ങൾ. നെക്സ്റ്റ് തീരദേശം ഏറ്റവും കൂടുതലുള്ള കേരളത്തിലെ ജില്ല ഏത്? തീരദേശം ഏറ്റവും കൂടുതലുള്ള കേരളത്തിലെ ജില്ല ഏത്? ഓപ്ഷൻ എ കണ്ണൂരാണ് കേട്ടോ. കേരളത്തിലെ ഹെൽത്ത് ATM ആദ്യമായി നിലവിൽ വന്നത് ഏത് ജില്ലയിലാണ്? ഹെൽത്ത് ATM ആദ്യമായി നിലവിൽ വന്നത് ഏത് ജില്ലയിലാണ്? ഓപ്ഷൻ ഡി എറണാകുളം.
നെക്സ്റ്റ് മനുഷ്യനെ ബഹിരാകാശത്തെത്തിക്കുവാനുള്ള ഇന്ത്യയുടെ ദൗത്യത്തിന്റെ പേരാണ് ട്ടോ. ഓപ്ഷൻ ബി ഗഗൻയാൻ. നെക്സ്റ്റ് 45-ാമത്തെ ക്വസ്റ്റ്യൻ ഏത് മഹാരാജാവിന്റെ ഭരണകാലയളവിലാണ് തിരുവിതാംകൂറിലെ ആദ്യത്തെ ഗ്രന്ഥശാല സ്ഥാപിച്ചത്? ഏതാണ്? ഓപ്ഷൻ എ സ്വാതി തിരുനാൾ മഹാരാജാവ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 46-ാമത്തെ ക്വസ്റ്റ്യൻ സോവിയറ്റ് യൂണിയന്റെ സാമ്പത്തിക സാങ്കേതിക സഹായത്താൽ നിർമ്മിച്ച ഇന്ത്യയിലെ ഉരുമ്പുരുക്കി വ്യവസായ ശാലകൾ ഏതൊക്കെയാണെന്നാണ്? ഓപ്ഷൻ സി, അതായത് 2ഉം 4ഉം ആണ്. ഒന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായത് ബിലായ്, വേറെ ഏതാ? ബൊക്കാറോ. ബിലായും ബൊക്കാറോ ആണ് സോവിയറ്റ് യൂണിയന്റെ സാമ്പത്തിക സഹായത്തോടെ നിർമ്മിച്ച ഇരുമ്പുരുക്കുശാല ട്ടോ. നെക്സ്റ്റ് 47-ാമത്തെ ക്വസ്റ്റ്യൻ ആരെല്ലാമായിരുന്നു 1953 കേന്ദ്ര സർക്കാർ നിയോഗിച്ച സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിലെ അംഗങ്ങൾ? ഓക്കെ, ഇവിടെ ആരൊക്കെ ആയിരുന്നു? ഓപ്ഷൻ ഡി ഫസൽ അലി, സർദാർ കെ എം പണിക്കർ, എച്ച് എൻ കുൻസ്രു ട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സന്തോഷ് ട്രോഫി ഏത് കായിക മത്സരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? സന്തോഷ് ട്രോഫി ഏത് കായിക മത്സരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? നമുക്കറിയാം ഓപ്ഷൻ എ ഫുട്ബോൾ. നെക്സ്റ്റ് ആർക്കാണ് 2025 സമാധാനത്തിനുള്ള നോബൽ സമ്മാന പുരസ്കാരം ലഭിച്ചത്? സമാധാനത്തിനുള്ള നോബൽ പുരസ്കാരം 2025 ലഭിച്ചത് ആർക്കാണെന്നാണ്? ഓപ്ഷൻ ഡി ആണ് മറിയ കൊറീന. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഉപരാഷ്ട്രപതി ആരാണ്? ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഉപരാഷ്ട്രപതി ആരാണ്? ഓപ്ഷൻ സി പി രാധാകൃഷ്ണനാണ്. നെക്സ്റ്റ് ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് ലഭിച്ച മലയാളികളാണ് ട്ടോ. ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് ലഭിച്ച മലയാളികൾ ആരൊക്കെയാണ്? ഇതിലേതാണ് ആൻസർ ആയിട്ട് വരുന്നത്? ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. നമുക്കറിയാം മോഹൻലാലും അടൂർ ഗോപാലകൃഷ്ണനും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 52-ാമത്തെ ക്വസ്റ്റ്യൻ 2028-ലെ ഒളിമ്പിക്സ് വേദി ഏതാണെന്നാണ് ട്ടോ. ഏതാണ്? ഓപ്ഷൻ എ ലോസ് ഏഞ്ചൽസ് ആണ് ട്ടോ. അമേരിക്കയിലെ ലോസ് ഏഞ്ചൽസ്. നെക്സ്റ്റ് തന്നിരിക്കുന്നവയിൽ ഹരിതഗൃഹ വാതകം ഏത്? ഇതിലെ ഹരിതഗൃഹ വാതകം ഏതാണ്? ഓപ്ഷൻ ബി മീഥെയ്ൻ ആണ് ട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ക്ഷീണിതനും വിളറിയ മുഖത്തോടും കൂടി കാണപ്പെടുന്ന രാജുവിന്റെ രക്തപരിശോധനയിൽ ഹീമോഗ്ലോബിന്റെ അളവ് കുറഞ്ഞതായി കാണപ്പെട്ടു. താഴെ പറയുന്നതിൽ ഏത് ഭക്ഷണക്രമമായിരിക്കും രാജുവിന് അനുയോജ്യമായതെന്നാണ്? ഓക്കെ, ഏതായിരിക്കും? ഓപ്ഷൻ സി ഇരുമ്പടങ്ങിയ ഇലക്കറികളാണ് ട്ടോ. നെക്സ്റ്റ് പയറിന്റെ സങ്കര ഇനങ്ങൾ താഴെ നൽകിയിരിക്കുന്നു ശരിയായ ജോഡി ഏതെന്നാണ്? ഇവിടെ ഓപ്ഷൻ എ ജ്യോതിക, ഭാഗ്യലക്ഷ്മി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പ്രസ്താവന ഇടതു വെൻട്രിക്കിളിന്റെ ഭിത്തിക്ക് വലത് വെൻട്രിക്കിളിനാൽ എന്താണ്? അടുത്ത 56-ാമത്തെ ക്വസ്റ്റ്യൻ പ്രസ്താവനയും കാരണവും കൊടുത്തത്. പ്രസ്താവന എന്താണ്? ഇടതു വെൻട്രിക്കിളിന്റെ ഭിത്തിക്ക് വലത് വെൻട്രിക്കിളിനേക്കാൾ കട്ടി കൂടുതലാണ്. കാരണം ഇടത് വെൻട്രിക്കിൾ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും രക്തം സ്വീകരിക്കുന്നു. ഓക്കെ, ഇവിടെ ഏതാണ് ശരിയായിട്ടുള്ളത്? 56-ാമത്തത് ഓപ്ഷൻ ഡി ആണ്. പ്രസ്താവന ശരിയാണെന്നാൽ കാരണം തെറ്റാണ്. ഓക്കെ, എന്താ ഇവിടെ കാരണം കൊടുത്തത്? ഇടത് വെൻട്രിക്കിൾ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും രക്തം സ്വീകരിക്കുന്നു എന്നാണല്ലേ. എന്നാൽ യഥാർത്ഥത്തിൽ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള അശുദ്ധ രക്തം സ്വീകരിക്കുന്നത് വലത് ഏട്രിയ ആണ് ട്ടോ. ഓക്കെ, ഇടത് വെൻട്രിക്കിൾ എന്താ ചെയ്യുന്നത്? ശ്വാസകോശത്തിൽ നിന്ന് വന്ന ശുദ്ധരക്തം ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പമ്പ് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് സാമൂഹിക വനവൽക്കരണവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കാനാണ്. ഓക്കെ, ഇവിടെ ആൻസർ എന്താ വരുന്നത്? ഓപ്ഷൻ ബി പ്രസ്താവന 2, 3 ശരിയാണെന്നുള്ളതാണ്. ഓക്കെ, എന്താണ്? സുസ്ഥിര വനപരിപാലനത്തിലൂടെ പ്രാദേശിക ഉപജീവനത്തെ മെച്ചപ്പെടുത്തുക, വനസംരക്ഷണത്തിൽ സമൂഹത്തിന്റെ പങ്കാളിത്തം വർദ്ധിപ്പിക്കുക. ഇതൊക്കെ എന്താണ്? വനവൽക്കരണവുമായിട്ട് ബന്ധപ്പെട്ടാണ് ട്ടോ. വനവിഭവങ്ങൾ അമിതമായി ഉപയോഗിക്കുന്ന തെറ്റാണ്. ഇതുപോലെ വ്യാവസായിക ലോഗിംഗ് പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതും തെറ്റാണ്. നെക്സ്റ്റ് ഇന്ത്യയുടെ 52-ാമത് ചീഫ് ജസ്റ്റിസ് ആയി നിയമിതനായത് ആര്? 52-ാമത് ചീഫ് ജസ്റ്റിസ് ആയി നിയമിതനായത് ആരാണ്? ആരാണ്? ഓപ്ഷൻ സി ബി ആർ ഗവായ്. നെക്സ്റ്റ് കുടുംബാരോഗ്യ കേന്ദ്രങ്ങളിൽ പരിശോധനകൾ നടത്തി വിവിധ അർബുദങ്ങളെ കുറിച്ചുള്ള പ്രാരംഭ കണ്ടെത്തലിനും അവബോധത്തിനും പ്രാധാന്യം നൽകുന്ന പ്രചാരണ പരിപാടി ഏത്? ഏതാണ്? ഓപ്ഷൻ ബി ആരോഗ്യം ആനന്ദം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ശരിയായ പ്രസ്താവന ഏതെന്നാണ് ട്ടോ. ഇതിൽ ശരിയായിട്ടുള്ള പ്രസ്താവന ഏതാണ്? ഓപ്ഷൻ ഡി കടൽക്കാറ്റ് പകൽ സമയം വീശുന്നു എന്നുള്ളതാണ്. നെക്സ്റ്റ് ആവർത്തന പ്രതിപതനം ഉപയോഗപ്പെടുത്തുന്ന ഉപകരണം. ആവർത്തന പ്രതിപതനം ഉപയോഗപ്പെടുത്തുന്ന ഉപകരണം. ഇതിൽ ഓപ്ഷൻ സി ആണ് കാലിഡോസ്കോപ്പും അതുപോലെ എന്താണ് പെരിസ്കോപ്പും. നെക്സ്റ്റ് കലാമിൻ എന്നത് ഏത് ലോഹത്തിന്റെ അയിരാണ്? കലാമിൻ എന്നത് ഏത് ലോഹത്തിന്റെ അയിരാണ്? സിങ്കിന്റെ അയിരാണ് കലാമിൻ. നെക്സ്റ്റ് ശബ്ദത്തെക്കുറിച്ചുള്ള പഠനം. ശബ്ദത്തെക്കുറിച്ചുള്ള പഠനം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഓപ്ഷൻ എ അക്കോസ്റ്റിക്.
നെക്സ്റ്റ് ഹൈഡ്രജൻ എന്ന വാക്കിന്റെ അർത്ഥം ഓപ്ഷൻ ബി ജലം ഉൽപ്പാദിപ്പിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 65-ാമത്തെ ക്വസ്റ്റ്യൻ ഇന്ത്യയിലെ ആദ്യത്തെ പ്രോട്ടോടൈപ്പ് ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടർ PFBR റിയാക്ടർ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനാണ് കേട്ടോ. എവിടെയാണ്? ഓപ്ഷൻ സി തമിഴ്നാട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ദക്ഷിണേന്ത്യയിലെ ആദ്യ ഓട്ടോമേറ്റഡ് ടെർമിനൽ തുറമുഖം ഏത്? ദക്ഷിണേന്ത്യയിലെ ആദ്യ ഓട്ടോമേറ്റഡ് ടെർമിനൽ തുറമുഖം ഏതാണ്? ഓപ്ഷൻ ബി വിഴിഞ്ഞം. നെക്സ്റ്റ് ജീവിതശൈലി രോഗങ്ങൾ നിയന്ത്രിക്കുന്നതിനായി കേരള സർക്കാർ നടപ്പിലാക്കിയ മൊബൈൽ ആപ്ലിക്കേഷൻ ആണ് കേട്ടോ. ജീവിതശൈലി രോഗങ്ങൾ നിയന്ത്രിക്കുന്നതിനായിട്ട് കേരള സർക്കാർ നടപ്പിലാക്കിയ മൊബൈൽ ആപ്ലിക്കേഷൻ ഏതാണ്? ഓപ്ഷൻ ഡി ശൈലി. ഇമ്പോർട്ടന്റ് ആണ്. നെക്സ്റ്റ് താഴെ തന്നിരിക്കുന്ന രോഗലക്ഷണങ്ങൾ ഏത് രോഗവുമായി ബന്ധപ്പെട്ടതാണെന്ന് കണ്ടെത്തുക. ഏതൊക്കെയാണ് ലക്ഷണങ്ങൾ? ശരീരഭാരം പെട്ടെന്ന് കുറയുക, ദുർബലമായ രോഗപ്രതിരോധം, ലിംഫോസൈറ്റുകളുടെ എണ്ണം ഗണ്യമായി കുറയുക, വിട്ടുമാറാത്ത ക്ഷീണം. ഇത് ഏത് അസുഖമായിട്ട് ബന്ധപ്പെട്ടാണ്? ഓപ്ഷൻ ബി എയ്ഡ്സുമായിട്ട് ബന്ധപ്പെട്ടാണ് കേട്ടോ. നെക്സ്റ്റ് താഴെ തന്നിരിക്കുന്ന പട്ടികയിൽ ശരിയായ ജോഡി ചേർത്തിരിക്കുന്നവ കണ്ടെത്തുക എന്നാണ്. ഓക്കെ, ഇതില് ഓരോ ഗ്രന്ഥിയും അത് ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകളാണ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ ശരിയായിട്ടുള്ളത് ഏതാണ്? ക്രമീകരണം ഓപ്ഷൻ ഡി ആണ് കേട്ടോ. 2ഉം 3ഉം ആണ്. അതായത് ആഗ്നേയ ഗ്രന്ഥി ഇൻസുലിൻ, പൈനിയൽ ഗ്രന്ഥി അത് മെലാട്ടോണിൻ എന്നുള്ളതാണ്. ഇവിടെ ഏതൊക്കെയാണ് തെറ്റായിട്ടുള്ളത്? തൈറോയ്ഡ് ഗ്രന്ഥി തൈമോസിൻ എന്നുള്ളതും അതുപോലെ അഡ്രിനൽ ഗ്രന്ഥി കാൽസിറ്റോണിൻ എന്നുള്ളതാണ് തെറ്റായിട്ടുള്ളത് കേട്ടോ. തൈറോയ്ഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്നത് ഏതൊക്കെ ഹോർമോണുകളാണ്? തൈറോക്സിനും കാൽസിറ്റോണിനും ആണ് കേട്ടോ. ഓക്കെ, തൈമോസിൻ ഉൽപ്പാദിപ്പിക്കുന്നത് തൈമസ് ഗ്രന്ഥിയാണ്. ഓക്കെ, തൈറോയ്ഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്നത് ഏതൊക്കെയാണ്? തൈറോക്സിനും കാൽസിറ്റോണിനും. ഓക്കെ, നെക്സ്റ്റ് ഇവിടെ തെറ്റായിട്ടുള്ളത് അഡ്രിനൽ ഗ്രന്ഥിയാണ്. അഡ്രിനൽ ഗ്രന്ഥി കാൽസിറ്റോണിൻ കൊടുത്തിട്ടുണ്ട്, ഇതും തെറ്റാണ്. കാൽസിറ്റോണിൻ എന്ന ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നത് തൈറോയ്ഡ് ഗ്രന്ഥിയാണ്, നമ്മളിപ്പോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അഡ്രിനൽ ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്നത് അഡ്രിനാലിനും അതുപോലെ കോർട്ടിസോളും ആണ് കേട്ടോ. അഡ്രിനാലിനും കോർട്ടിസോളും ആണ് അഡ്രിനൽ ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്നത്. ഓക്കെ, പഠിക്കണേ. നെക്സ്റ്റ് ആർദ്രം ആരോഗ്യക്ഷേമ പദ്ധതിയുടെ ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടുന്നവ കണ്ടെത്തുക. ആർദ്രം ആരോഗ്യക്ഷേമ പദ്ധതിയുടെ ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടുന്നവ കണ്ടെത്തുക. ഇവിടെ ഓപ്ഷൻ സി 2ഉം 3ഉം ആണ്. സർക്കാർ ആശുപത്രികളുടെ അടിസ്ഥാന സൗകര്യം മെച്ചപ്പെടുത്തുക. സർക്കാർ ആശുപത്രികൾ രോഗി സൗഹൃദ പരിചരണം ഉറപ്പാക്കുക. നെക്സ്റ്റ് താഴെ തന്നിരിക്കുന്നതിൽ നിന്നും ശരിയായ ജോഡി കണ്ടെത്തുക. ഇവിടെ നിന്നും ശരിയായ ജോഡി കണ്ടെത്തുക. ഓക്കെ, ഓരോന്നിന്റെ അപര്യാപ്തത രോഗങ്ങളാണ് ഇവിടെ പറയുന്നത്. ഇവിടെ ശരിയായിട്ടുള്ളത് ഓപ്ഷൻ സി ആണ്. വിറ്റാമിൻ B3 പെല്ലഗ്രാം എന്നുള്ളതാണ് കേട്ടോ. നെക്സ്റ്റ് സാമൂഹ്യനീതി വകുപ്പിന്റെ കീഴിലുള്ള സർക്കാർ വൃദ്ധസദനങ്ങളിലെ താമസക്കാരുടെ ആരോഗ്യ പരിരക്ഷ ഉറപ്പാക്കാൻ ഉദ്ദേശിച്ച് ആവിഷ്കരിച്ച് നടപ്പിലാക്കിയ പദ്ധതി ഏതാണ്? ഓക്കെ, അപ്പൊ ഇതിൽ ഏതാണ്? സാമൂഹ്യനീതി വകുപ്പിന്റെ കീഴിലുള്ള സർക്കാർ വൃദ്ധസദനങ്ങളിലെ താമസക്കാരുടെ ആരോഗ്യ പരിരക്ഷ ഉറപ്പാക്കുന്നതിന് ഉദ്ദേശിച്ച് ആവിഷ്കരിച്ച് നടപ്പിലാക്കിയ പദ്ധതി ഏതാണെന്നാണ് കേട്ടോ. ഇവിടെ 72 ബി വയോ അമൃതാണ്. നെക്സ്റ്റ് എംഫസീമ എന്ന രോഗം ശരീരത്തിന്റെ ഏതു ഭാഗത്തെയാണ് ബാധിക്കുന്നത്? ഏതാണ്? ശ്വാസകോശത്തെ ബാധിക്കുന്ന അസുഖമാണ് അല്ലെ എംഫസീമ. നെക്സ്റ്റ് സ്നേഹക്കൂട് എന്ന കേരള സർക്കാരിന്റെ പുനരധിവാസ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് താഴെ തന്നിരിക്കുന്നതിൽ ഏത് വിഭാഗത്തിൽ പെട്ടവരെയാണ്? ഓപ്ഷൻ സി ആണ്. മാനസികാരോഗ്യ പ്രശ്നങ്ങൾ ചികിത്സിച്ച് സുഖം പ്രാപിച്ചവർക്കുള്ള എന്താണ് പുനരധിവാസ പദ്ധതിയാണ് സ്നേഹക്കൂട്. നെക്സ്റ്റ് താഴെ തന്നിരിക്കുന്നതിൽ വായുവായി പകരാത്ത രോഗം കണ്ടെത്തുക എന്നാണ് കേട്ടോ. പകരാത്ത രോഗമാണ് ഓപ്ഷൻ എ പോളിയോ. നെക്സ്റ്റ് 76 താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ വിലയിരുത്തുക. പ്രസ്താവന ഒന്നെന്താ? ചെറുകുടലിൽ കാണുന്ന വിരലുകൾ പോലുള്ള വളർച്ചകളാണ് വില്ലസുകൾ. വില്ലസുകൾ ജലം, ലവണം ഇവയുടെ ആഗിരണത്തിന് സഹായിക്കുന്നു. അപ്പൊ ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആണ്. അപ്പൊ എന്താണ് പ്രസ്താവന 2ൽ തെറ്റുള്ളത്? വില്ലസുകൾ ജലം, ലവണം ഇവയുടെ ആഗിരണത്തിന് സഹായിക്കുന്നു എന്നുള്ളത് അല്ലെ. എന്നാൽ വില്ലസുകൾ പ്രധാനമായിട്ടും ആഗിരണം ചെയ്യുന്നത് ദഹനം പൂർത്തിയായ പോഷകങ്ങളെയാണ് കേട്ടോ. അതായത് അമിനോ ആസിഡുകൾ, ഗ്ലൂക്കോസ്, ഫാറ്റി ആസിഡ്, ഗ്ലിസറോള് മുതലായ പോഷക ഘടകങ്ങളെയാണ് ഇത് ആഗിരണം ചെയ്യുന്നത്. ഓക്കെ, ജലം, ലവണങ്ങൾ എന്നിവ പ്രധാനമായിട്ടും ആഗിരണം ചെയ്യപ്പെടുന്നത് എവിടെ വെച്ചാണ്? വൻകുടലിൽ വെച്ചാണ്. ഓക്കെ, നെക്സ്റ്റ് 2025 വൈദ്യശാസ്ത്രത്തിനുള്ള നോബൽ പുരസ്കാരത്തിന് അർഹരായവരെ കണ്ടെത്തുക. 2025 വൈദ്യശാസ്ത്രത്തിനുള്ള നോബൽ പുരസ്കാരത്തിന് അർഹരായവരെ കണ്ടെത്തുക എന്നാണ്. ഓക്കെ, ഇവിടെ എന്താണ് ആൻസർ വരുന്നത്? ആർക്കൊക്കെയാണ്? ഓപ്ഷൻ ഡി ആണ് കേട്ടോ. അതായത് 2, 4, 5 എന്നാണ്. 2, 4, 5 ശരി എന്നാണ്. ഓക്കെ, ആരൊക്കെയാണ്? മേരി ഇ ബ്രെൻകോവ്, അതുപോലെ എന്താണ് ഫ്രെഡ് റാംസ്ഡെല്, പിന്നെ ഷിമോൺ സഖാഗുചി ട്ടോ.
നെക്സ്റ്റ്, ഇസ്രായേൽ പാലസ്തീൻ സംഘർഷഘട്ടത്തിൽ ഇസ്രായേലിൽ കുടുങ്ങിയ ഇന്ത്യൻ വംശജരെ സുരക്ഷിതരായി നാട്ടിലെത്തിക്കാൻ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ ഓപ്പറേഷൻ റിസ്ക്യൂ പ്രവർത്തനം ഏതെന്നാണ് കേട്ടോ. ഇതിൽ ഏതാണ്? ഓപ്ഷൻ സി ഓപ്പറേഷൻ അജയ്. താഴെ പറയുന്ന പ്രസ്താവനകളിൽ വീണ്ടും തുറമുഖവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവനകൾ കണ്ടെത്താനാണ് കേട്ടോ. ഇവിടെ തെറ്റായ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? 1ഉം 3ഉം തെറ്റാണെന്നുള്ളതാണ്. വീണ്ടും തുറമുഖം 2025 മെയ് 3-ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിന് സമർപ്പിച്ചു എന്നുള്ളത് തെറ്റാണ്. അതുപോലെ തന്നെ എന്താണ്? വീണ്ടും തുറമുഖത്തെത്തിയ ആദ്യ മദർഷിപ്പ് ഷെൻഹുവ 15 ആയിരുന്നു. ഇത് രണ്ടും തെറ്റായിട്ടുള്ള പ്രസ്താവനകളാണ്. മൂന്നാമത്തെ പ്രസ്താവനയിൽ എന്താ തെറ്റുള്ളത്? വീണ്ടും തുറമുഖത്തെത്തിയ ആദ്യ മദർഷിപ്പ് ഷെൻഹുവ 15 ആയിരുന്നു എന്നുള്ളത് തെറ്റാണ്. എന്താണ് ഇവിടെ? ഷെൻഹുവ 15 എന്താണ്? അതൊരു കപ്പലാണ് അല്ലെ, അതൊരു മദർഷിപ്പ് അല്ല. ഓക്കെ, ചൈന ഇത് വീണ്ടും തുറമുഖത്തെത്തിയ ഏറ്റവും ആദ്യത്തെ കപ്പൽ ചോദിച്ചാൽ അത് ഷെൻഹുവ ആണ്, എന്നാൽ അതൊരു മദർഷിപ്പ് ആയിരുന്നില്ല. ഓക്കെ, ബാക്കിയുള്ള പ്രസ്താവനകളൊക്കെ ഇനി കൂടെ തന്നെ പഠിക്കണം കേട്ടോ. ഇന്ത്യയിലെ ട്രാൻസ്ഷിപ്മെന്റ് തുറമുഖമാണ് വീനം. അതുപോലെ വീനം തുറമുഖം നെയ്യാറ്റിൻകര താലൂക്ക് സ്ഥിതി ചെയ്യുന്നതൊക്കെ ശരിയാണ്. നെക്സ്റ്റ്, 49ാമത് വയലാർ സാഹിത്യ അവാർഡ് 2025 നേടിയ തപോമയുടെ അച്ഛൻ എന്ന കൃതി രചിച്ചത് ആരാണ്? 49ാമത് വയലാർ സാഹിത്യ അവാർഡ് 2025 നേടിയ തപോമയുടെ അച്ഛൻ എന്ന കൃതി രചിച്ചത് ആരാണ്? ഓപ്ഷൻ എ ഇ സന്തോഷ് കുമാർ ആണ്. ഈ സന്തോഷ് കുമാറിന്റെ കൃതിയാണത്. ഓക്കെ, ഇനി വരുന്ന 20 ക്വസ്റ്റ്യൻസ് എന്താണ്? മാത്സിൽ നിന്ന് വരുന്നതാണ്. ഈ ഒരു ക്വസ്റ്റ്യൻസ് ഒന്നും ഞാൻ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നില്ല കേട്ടോ. ഓക്കെ, മാത്സ് ക്വസ്റ്റ്യൻസിന് സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഞാനൊരു ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പൊ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും കമന്റ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക് യു.